ഞാനിതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ മോളിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, ഇതെന്ത് പുഡിങ്ങാണ്, നമുക്കുള്ളതാണോ ഓർഡർ ഉള്ളതാണോ? ഞാൻ പുഡിങ് കേക്കൊക്കെ സെയിൽ ചെയ്തിരുന്ന സമയത്ത് അവരെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് നമുക്കുള്ളതാണോ ഓർഡർ ഉള്ളതാണോ? അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ. ഇത് കണ്ട ആരാ പുഡിങ് അല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ. നമ്മുടെ നോമ്പൊക്കെ അടുത്തൂലേ, അപ്പോൾ നോമ്പിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതിൽ പെട്ട ഒന്നാണിത്. നോമ്പിനൊന്നല്ല, നോമ്പല്ലാത്ത സമയത്ത് ഞാൻ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ക്യൂബ്സ് ആക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 1 കിലോയിൽ മുകളിൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ വെളുത്തുള്ളി ഇഞ്ചി ഒരുമിച്ച് അരച്ചിട്ട് അങ്ങനെ ക്യൂബ്സ് ആക്കി വെക്കലാണ്. ഇന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി തൊലിച്ചെടുക്കാനൊക്കെ പാടാണ്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി വെച്ചിട്ട് വെയിലത്ത് വെച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ പറ്റുമല്ലോ, അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 1 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് കൂടുതലുള്ളത്. വെളുത്തുള്ളി തൊലിക്കാൻ ഒരുപാട് സൂത്രവിദ്യകളൊക്കെ ഒരുപാട് പേർക്കാറ്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചതച്ചെടുത്താലും മതി. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഇങ്ങനെ പരന്നിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ലെവലാക്കി എടുക്കുക. എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കുക. ഒരു പകുതി സെറ്റ് ആവുമല്ലോ, ഐസ് ആവുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ്. നന്നായിട്ട് ഐസ് ആവുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അതൊന്ന് വരഞ്ഞു കൊടുക്കണം. നമുക്ക് ഏത് വലുപ്പത്തിലുള്ള ക്യൂബ്സ് ആയിട്ടാണ് കിട്ടുന്നത് ആ രീതിയിലൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പകുതി ഒന്ന് സെറ്റ് ആയതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കറിക്ക് ഏകദേശം എത്ര വേണം നമുക്കറിയാലോ, ആ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒരുമിച്ച് അരച്ചെടുക്കാന്നുണ്ടെങ്കിലും ഈ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് ഇതാണ്. എനിക്ക് ഏറ്റവും വലിയ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമല്ലേ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഐസാക്കി എടുക്കുന്നുണ്ട്. ഐസാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് എടുക്കാം. ഓരോ പീസായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് വീണ്ടും ഫ്രീസറിൽ തന്നെ വെക്കുക കേട്ടോ. താഴെ വെക്കരുത്. താഴെ വെച്ചാൽ അത് അലിഞ്ഞു പോകും, പെട്ടെന്ന് തന്നെ നാശമാവും പോയി. ഫ്രീസറിൽ വെച്ച് എത്ര കാലം വേണമെങ്കിലും നിൽക്കട്ടെ, അതിൻ്റെ മണമോ രുചിയോ ഒന്നും മാറില്ല. ഇങ്ങനെ തന്നെ ഞാൻ കുറേ ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഈ ഒരു ഐറ്റം ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പകുതി ജോലിഭാരം കുറയും. കാര്യമായിട്ട് ഇഞ്ചിയുടെ കാര്യമല്ല, വെളുത്തുള്ളിയുടെ കാര്യം. വെളുത്തുള്ളിയാണ് തൊലിച്ചെടുക്കാൻ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇങ്ങനെ സ്ക്വയറിലൊക്കെ ഉള്ള കണ്ടെയ്നർ എടുക്കായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. നമുക്ക് റമദാൻ മാസമൊക്കെ ആകുന്ന സമയത്ത് ഫ്രീസറിലൊക്കെ ഒരുപാട് സ്പേസ് വേണ്ടി വരുമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കാൻ ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലുള്ള അതുപോലത്തെ അങ്ങനെ ചതുരത്തിലുള്ള കണ്ടെയ്നേഴ്സാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ 2 ബോക്സിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ചെയ്തെടുക്കാം. ഇഞ്ചിയും ഇതേപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇത് 1 കിലോ ഇഞ്ചി ഉണ്ടെങ്കിലും ഇത് നമ്മൾ നേരത്തെ ചെയ്ത മറ്റത് 1 കിലോൻ്റെ മുകളിലുണ്ട് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ ഇത് ഈ ഒരു ട്രേക്ക് പകുതിയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കാം. അത് നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഏകദേശം ഒരു പകുതി ലെവലിലേക്ക് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒരേ ലെവലിലാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും നമുക്ക് ഫ്രീസറിലൊരു ഹാഫായിട്ട് സെറ്റാകുന്ന സമയത്ത് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നന്നായിട്ട് ഫ്രീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ കട്ട് ചെയ്യുന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അതാ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നോമ്പിൻ്റെ സമയത്ത് ഇതുപോലത്തെ ഒരുക്കങ്ങളൊക്കെ നിങ്ങളും റെഡിയാക്കി വെക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാറുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ വീഡിയോ ഇടാം. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ പണി നല്ല ഈസി ആവും കേട്ടോ ഇതുപോലെ ചെയ്തെടുത്താൽ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്